ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ&ദേ. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ പേജ് 46 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, എ ട്രയാംഗിൾ ഈസ് ഡ്രോൺ joining the numbers 1, 4 and 8 on a clockwise. Calculate the angles of this triangle. How many equilateral triangles can we make by joining the numbers on a clockwise? അതായത് ചോദ്യത്തിൽ ഒരു ക്ലോക്ക് ആണ് തന്നിരിക്കുന്നത്. ഈ ക്ലോക്കില് 1, 4, 8 നമ്പേഴ്സ് യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ത്രികോണത്തിന്റെ കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഇതിപ്പോ ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ല, ഇതുപോലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ നമുക്ക് നിർമ്മിക്കാം? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ചിത്രത്തില് ഈ കോണിന്റെ അളവ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ അളവ് കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് വേണം? എന്താ, കേന്ദ്രകോൺ വേണം അല്ലെ? 3 കോണുകളുണ്ട്. 3 കോണിന്റെ അളവ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് 4ഉം 8ഉം, അതായത് 4 മുതൽ 8 വരെയുള്ള ആർക്കിന്റെ നീളം, അതാ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. അപ്പം കേന്ദ്രത്തിലോട്ട് യോജിപ്പിക്കുകയാണ്. ഇതാണ് കേന്ദ്രകോൺ. ഈ കേന്ദ്രകോണിന്റെ അളവ് കിട്ടുകയാണെങ്കിൽ ഈ ഒന്നിലുള്ള കോൺ നമുക്ക് കിട്ടും. ഇതെങ്ങനെ കണ്ടെത്താം? ഇത് ക്ലോക്ക് എന്ന് പറയുന്ന വൃത്താകൃതിയിലാണ്. ഒരു വൃത്തത്തിന്റെ ഡിഗ്രി അളവ് എത്രയാണോ അത് തന്നെയാണ് ക്ലോക്കിന്റെ ഡിഗ്രി അളവ്. അപ്പൊ 360 ഡിഗ്രിയാണ് ഒരു ക്ലോക്കിന്റെ ഡിഗ്രി വെക്ഷൻ എന്ന് പറയുന്നത്. 360 ഡിഗ്രി. ഈ 360നെ 12 ആയിട്ട് ഭാഗിച്ചിരിക്കുക. 12 അക്കങ്ങളുണ്ട്. തുല്യമായി 12 ഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. അപ്പൊ 4 മുതൽ 8 വരെ 1, 2, 3, 4 ഭാഗമാണ്. അപ്പൊ ഓരോ ഭാഗവും എത്ര വീതം? അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള അകലം എത്ര ഡിഗ്രി എന്ന് നമുക്ക് കണ്ടെത്താം. 12 ആയിട്ട് 12 ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 12, 3, 36, 30 ഡിഗ്രി. അപ്പൊ 360നെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 4 മുതൽ 8 വരെ അടുത്തടുത്തുള്ള 2 സംഖ്യകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പൊ 30, 5, 6, 30, 6, 7 തമ്മിലുള്ള അകലം 30, 7, 8 തമ്മിലുള്ള അകലം 30. അങ്ങനെ എത്ര 30 ഉണ്ട്? 4 എണ്ണം ഉണ്ടല്ലേ? അപ്പം കേന്ദ്രകോണിന്റെ അളവ് ഇവിടെ എത്ര കിട്ടും? 30 ഗുണം 4. 30 ഗുണം 4 എത്ര? 120 കിട്ടും. അപ്പം ആംഗിൾ ഓൺ ദ എൻഡ് ഓഫ് നമ്പർ 1 ഈക്വൽസ്. അപ്പൊ ഇവിടെ 120 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കത്തില്ലേ ഒന്നിലുള്ള കോൺ? 120/2 ഹാഫ്, അതായത് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ, 60 ഡിഗ്രി എന്ന് കിട്ടും. ഒന്നിലുള്ള കോൺ 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് അതുപോലെ മറ്റുള്ള കോണുകളും കണ്ടുപിടിക്കണ്ടേ? ഇങ്ങോട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ ഈ ചാപം ഇവിടെ എത്രയാണ്? 1, 2, 3, 30 വരുന്നത്. 30 ഡിഗ്രി, 30 ഡിഗ്രി, 1ഉം 2ഉം തമ്മിലുള്ള അകലം 30, 30, 30. അപ്പൊ എത്രയായിട്ട്? 30, 30 എത്രയായിട്ട്? ഇവിടെ 90 എന്ന് കിട്ടും. അപ്പൊ 90 ആണെങ്കിൽ, ഈ കോൺ 90 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും. ആംഗിൾ അറ്റ് ദ എൻഡ് ഓഫ്, ഇവിടെ അറ്റന്ന് എഴുതാം, അറ്റ് ദ എൻഡ് ഓഫ് നമ്പർ 8 ഈക്വൽസ് 90/2. 90യുടെ പകുതി 45 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് ഏതാണ്? 8 തൊട്ട് 1 വരെയുള്ള ഈ ചാപമാണ്. ഈ അകലം എത്ര? ഇവിടെ ഒരു 30, 30, 30, 30, 30. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ എത്ര വരും? 30 ഗുണം 5 എത്ര? 150. 30 ഗുണം 5 150.
നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ അറ്റ് ദ എൻഡ് ഓഫ് എന്തിന്റെയാണ്? ഈ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഇതാണ് അല്ലേ? അപ്പൊ അതാണ് നമുക്ക് എത്ര 150 എന്ന് കിട്ടിയത്. ഇത് 150 ആകുമ്പോ ഈ കോൺ അല്ല അറ്റ് ദ എൻഡ് ഓഫ് 4 4 ആംഗിൾ ആണ്. ആംഗിൾ അറ്റ് ദ എൻഡ് ഓഫ് നമ്പർ 4 is equal to 150/2 equal 75 ഡിഗ്രി. അപ്പൊ നമുക്ക് എല്ലാ ആംഗിളും കിട്ടിക്കഴിഞ്ഞു. ഒന്ന് 60, രണ്ടാമത്തത് 45, മൂന്നാമത്തത് 75. അങ്ങനെ 60, 45, 75 എന്ന 3 കോണുകൾ കിട്ടി. ഇനി ഈ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതിലെ എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്. ആംഗിൾസ് ഓരോന്നും എത്ര വീതമായിരിക്കും? 60, 60, 60. 60 ഡിഗ്രി ആംഗിൾ കിട്ടണമെങ്കിൽ ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര വീതം വേണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? അതായത് 120 ആയിരിക്കണം. 120 ആയാല് കേന്ദ്രത്തിൽ 120 ആയാല് നമുക്ക് ആംഗിൾ 60 കിട്ടത്തുള്ളൂ. 120 കിട്ടണമെങ്കിൽ എത്ര 30കൾ വേണം? 30, 30, 30, 30. അപ്പൊ എത്ര എണ്ണം? 4, 30, 4, 120. 4 എണ്ണം ചേരുമ്പോഴാണ് എന്താ വരിക? അപ്പൊ 4 4 നമുക്ക് ഭാഗിച്ചെടുക്കാം. ഓക്കെ, 12 തുടങ്ങും. പിന്നെ 4, 1, 2, 3, 4. പിന്നെ 1, 2, 3, 4. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിള് ആയി. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ ഓരോന്ന് വീതം നീക്കിയാൽ മതി. 12 ആദ്യം തുടങ്ങിയത്. ഇനി 1 തുടങ്ങി. പിന്നെ 4 ഇങ്ങോട്ട് മാറ്റിയാൽ മതി. 1, അപ്പൊ ഇതെന്താ വരും? 5. 1, 5. പിന്നെ 4 വരുമ്പോ എത്ര? 8 ആയിരുന്നു. പിന്നെ 9 ആണ്. 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി. ഇനി അടുത്തത് 3 പോട്ടെ, അല്ല 2 പോട്ടെ. 12 കഴിഞ്ഞ് 1 കഴിഞ്ഞ് ഇനി അടുത്തത് 2. 2 ആകുമ്പോ പിന്നെ അടുത്തത് 6 ഓരോന്ന് ഇത് ഇങ്ങോട്ട് നീക്കി നീക്കി കൊണ്ടുപോയാൽ മതി. 4 വീതം. 6, 4 എത്ര? 10. ഇപ്പൊ എത്രയായി? 3 അല്ലേ? ഇനി അടുത്തത് ഇവിടെ 3 ഉണ്ടോ? 2 ഇനി 3 തുടങ്ങാം. 3 അടുത്ത എത്ര ആയിരിക്കും? 7. 3, 7. പിന്നെ എത്ര? 3, 7, 11. ഇനി വല്ലതും ഉണ്ടോ നോക്കിക്കേ. ഇല്ല, എല്ലാത്തിലും പോയിന്റുകളായി. കണ്ട? അപ്പൊ നമുക്ക് എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാം? 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്. ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ പിന്നെ പാടൊന്നുമില്ല. 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 4 നമുക്ക് വരയ്ക്കാം. ആദ്യം 1 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോരോ അടുത്ത സംഖ്യയിലേക്ക്, അപ്പം എത്ര? 30 ഡിഗ്രി 30 ഡിഗ്രി ഇങ്ങോട്ട് നീക്കി നീക്കി കൊടുത്താൽ മതിയാവും. അപ്പൊ 2 ചോദ്യങ്ങള്, അതായത് ഒരു ചോദ്യത്തിന്റെ 2 പാർട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ടിൽ ദെൻ ബൈ. ഓക്കെ.